കേരളത്തിൽ ആദ്യമായി ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയ സംഭവത്തിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കേസിലെ പ്രധാന പ്രതി കൗശൽ ഷായെയാണ് ഡൽഹി ജയിലിൽ നിന്നും കോഴിക്കോട് CJM കോടതിയിൽ ഹാജരാക്കിയത്. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു പ്രതിയെ കോഴിക്കോട് CJM കോടതിയിൽ ഹാജരാക്കിയത്. മറ്റൊരു കേസിൽ ഇയാൾ തിഹാർ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു. നേരത്തെ വീഡിയോ കോൺഫറൻസ് വഴി കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ കോടതിയിലെത്തിക്കാൻ സൈബർ പോലീസ് പ്രൊഡക്ഷൻ വാറന്റ് റിപ്പോർട്ട് നൽകിയിരുന്നു. അന്വേഷണത്തിൽ പ്രതിയുടെ ലൊക്കേഷൻ പലപ്പോഴും നേപ്പാൾ അടക്കമുള്ള അതിർത്തിയിലായത് അന്വേഷണത്തിൽ വെല്ലുവിളിയായിരുന്നു. തട്ടിപ്പിന് ഇരയായ ആളിന് പണം തിരികെ നൽകാൻ സാധിച്ചതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഇന്ത്യയിൽ തന്നെ നമ്മളറിയാം, ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് തട്ടിപ്പ് കേസാണ് ഇത് രജിസ്റ്റർ ചെയ്തിരുന്നത്. അത് നമുക്ക് പ്രതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോഴാണ് നമ്മൾ അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയത്. 4 ദിവസം മുമ്പ് നമുക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കൊടുക്കാനും പറ്റി. അതിൽ സംതൃപ്തിയുണ്ട്. നല്ല കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്ക് ഈ പ്രതിനെ ഇവിടെ ഹാജരാക്കാൻ പറ്റിയത്. ഇപ്പം നമുക്ക് കുറച്ച് സമയത്തേക്ക് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഒരു 3 ദിവസം ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യാനുള്ള അനുമതി കോടതി തന്നിട്ടുണ്ട്. സംഭവത്തിൽ പ്രതികളായ മറ്റു 3 പേരെയും സൈബർ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൗശൽ ഷായ്ക്ക് വ്യാജ ആധാർ തിരിച്ചറിയൽ കാർഡുകളും സിം എന്നിവയും നൽകിയ പ്രതികളാണ് അറസ്റ്റിലായ മറ്റുള്ളവർ. കോഴിക്കോട് പാലാഴി സ്വദേശി K രാധാകൃഷ്ണനാണ് ജൂലൈയിൽ തട്ടിപ്പിന് ഇരയായത്. മുൻ സഹപ്രവർത്തകന്റെ ദൃശ്യവും ശബ്ദവും വ്യാജമായി തയ്യാറാക്കിയായിരുന്നു തട്ടിപ്പ്. ജനം, കോഴിക്കോട്.